ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട് പണിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഏകദേശം നമ്മുടെ വീട് വാർക്ക ലെവൽ കഴിഞ്ഞു. അപ്പം രണ്ടായിട്ടാണ് നമ്മൾ വാർത്തത്. ആദ്യ ഒരു ഭാഗം നമ്മൾ വാർത്തായിരുന്നു, അത് കഴിഞ്ഞ് അതിൻ്റെ ബാക്കിയാണ് നമ്മളിപ്പോൾ വാർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വാർക്ക കഴിഞ്ഞ് നമ്മൾ വീടൊന്ന് കയറി നോക്കിയപ്പം ഭയങ്കരമായിട്ട് നമ്മളൊന്ന് ഞെട്ടിപ്പോയി കേട്ടോ. അപ്പോൾ വാർക്കയുടെ ടൈമിൽ ഇവർ കൂട്ടുമല്ലോ, ഈ മെറ്റലും മണലും സിമൻറ്റും എല്ലാം കൂടെ ചേർത്ത് കൂട്ടിയാണല്ലോ വാർക്കുന്നത്. അന്നേരത്തേക്ക് ഇവർ ഒരുപാട് വെള്ളം ഒഴിച്ചങ്ങ് വാർത്തിട്ട് ഭിത്തിയുടെ സൈഡിൽ കൂടെ എല്ലാം ഈ വാർക്ക സാധനങ്ങൾ ഫുള്ള് ഒഴുകി താഴെ വന്ന് കിടക്കുമായിരുന്നു. അപ്പം നമ്മൾ വെള്ളം അധികം ഒഴിക്കണം. അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു അധികം വെള്ളം ഒഴിക്കരുത്. ഇത് നമ്മുടെ ഈ കൂട്ട് കാണുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരുമാതിരി മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. അതുപോലെയാണ് ഇവരിങ്ങനെ വാർത്തിട്ടിരുന്നത്. അപ്പം അത് ഇങ്ങനെ 4 വശത്തൂടെയും ഒഴുകി തറയിൽ മൊത്തം നിറഞ്ഞ് കിടക്കുമായിരുന്നു. പിറ്റേ ദിവസം ചെന്നപ്പോൾ അത് മുഴുവനും വേസ്റ്റായിപ്പോയി. വേസ്റ്റ് മീൻസ് എന്ന് പറഞ്ഞാൽ വെള്ളം കൂടിയിട്ട് സിമൻറ്റ് മൊത്തം ഒഴുകി വരികയാണ് ചെയ്തത്. പിന്നെ നമ്മൾ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളിങ്ങനെയാണ് ചെയ്യുന്നത്, എല്ലാ വീടുകളും ഞങ്ങളിങ്ങനെയാണ് വാർക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ട് ഇവർ അംഗീകരിക്കുന്നില്ല. അപ്പം വീടൊക്കെ പണിയുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, വാർക്ക സമയത്തൊക്കെ പോയി നിൽക്കുക. ഇവരെന്താ കാണിച്ചു കൂട്ടുന്നതെന്ന് നമുക്കറിയത്തില്ല. ഇതുമൂലം നമുക്ക് തന്നെയാണ് നഷ്ടം ഉണ്ടാകുന്നത്. കാരണം ഇവർ പണിത് വെച്ചിട്ട് അങ്ങ് പോകും. നമ്മൾ കാശ് കൊടുത്ത് നമ്മുടെ ഇഷ്ടത്തിന് പണിയാനാണ് ഇവരോട് പറയുന്നത്. അവരെന്തൊക്കെയോ വന്ന് ചെയ്ത് കൂട്ടുന്നുണ്ട്. പക്ഷേ ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞങ്ങളിങ്ങനെയാണ്, ഞങ്ങൾ 50 വീട് പണിതിട്ടുണ്ട്, 60 വീട് പണിതിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് കൊണ്ട് നാളെ ഒരു 2 വർഷം 3 വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ വീട് നമുക്ക് തന്നെയാണ് നഷ്ടം ഉണ്ടാകുന്നത്. കാരണം നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് പണിതിട്ട് നമുക്കത് ഉപകാരമില്ലാതായി പോകുന്നു. പിന്നെ നമ്മളത് പൊളിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അപ്പം ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത്, ഇവർ പറയുന്നതിനപ്പുറം നമ്മളൊന്നും പറയാൻ പാടില്ല. കാരണം നമ്മൾ ഒരു വീട് പണിയാൻ നമ്മളാണ് കാശ് കൊടുക്കുന്നത്, നമ്മുടെ ഇഷ്ടത്തിന് പണിത് തരാനായിട്ട്. അപ്പോൾ ഇവർക്ക് തോന്നുന്ന പോലെ ഒരു ചാക്ക് സിമൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ച് മെറ്റൽ കുറച്ച് ചെയ്താലോ അവർക്ക് ലാഭം കിട്ടുന്ന കാര്യമാണ്. ലാഭത്തിന് വേണ്ടി എന്തും ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മളാണ് അത് അനുഭവിക്കുന്നത്. അപ്പം വീട് പണിയുന്നവരെ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മാതിരി പരിപാടികളൊക്കെ ചെയ്തിട്ട് പോയാൽ നമ്മൾ അറിയുക പോലും ഇല്ല. കാരണം നമ്മൾ കൂടെ നിന്ന് പറഞ്ഞു കൊടുത്തിട്ട് പോലും അവരിങ്ങനെയായി ചെയ്യുള്ളൂ, ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത്. കാരണം ഞങ്ങൾക്ക് ഒരുപാട് ഈ വാർക്കയിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അവരുടെ റേഷ്യോയിലാണ് അവരത് ചെയ്യുന്നത്. പക്ഷെ ആ റേഷ്യോ അനുസരിച്ചല്ല സാധാരണ നമ്മൾ എല്ലായിടത്തും വാർക്ക ചെയ്യുന്നത്.